അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു, കുളിച്ച് ഫ്രഷായി. സാരി ഞാൻ വീട്ടിൽ നിന്ന് പ്രീപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരു 10 മിനിറ്റ്സിലെ കാര്യം കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചതിൽ നന്നായി എനിക്ക് സാരി ഉടുക്കാൻ പറ്റി. അതും ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉടുക്കുക. അങ്ങനെ അതിൽ അഭിമാനം കൊണ്ട് 2 മിനിറ്റ്സ് ഞാൻ തന്നെ എന്നിട്ടൊന്ന് പ്രൗഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 മണി കഴിഞ്ഞപ്പോഴേക്ക് അമ്പലത്തിലെത്തി. അധികം തിരക്കൊന്നുമില്ലായിരുന്നു. ഫോൺ അമ്പലത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളുടെ 3 പേരുടെയും ഫോൺ ഞാൻ ലോക്ക് റൂമിൽ കൊണ്ടുവച്ചു. 3 പേരുടെയും ഫോൺ വെക്കാൻ 30 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ 4:15 തൊട്ട് 10:15 വരെ ക്യൂ നിന്നാണ് അകത്ത് കയറിയത്. അതിനിടയിൽ സെക്യൂരിറ്റീസിന് പരിചയമുള്ളവരെ മാത്രം പെട്ടെന്ന് കടത്തി വിട്ടത്. കുറച്ചുപേർ അതിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. 6 മണിക്കൂർ നിന്നാലെന്താ, കണ്ണനെ ഒരു മിന്നായ പോലെ കാണാൻ പറ്റിയില്ലേ. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി പാൽപ്പായസം മേടിച്ചു. അവിടെ നിന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് വന്ന് ചോദിച്ചിരുന്നു, ഈ പാൽപ്പായസം എവിടെ നിന്നാണ് മേടിക്കേണ്ടതെന്ന്. അകത്ത് നിന്ന് കൂപ്പൺ എടുത്തിട്ട് പുറത്ത് വന്ന് പാൽപ്പായസത്തിൻ്റെ കണ്ടെയ്നർ മേടിക്കാനുള്ള ക്യൂവിൽ നിൽക്കുക. എന്നിട്ട് പാൽപ്പായസം മേടിക്കാനുള്ള ക്യൂവിൽ നിൽക്കണം. അങ്ങനെ പാൽപ്പായസം കുടിക്കണം എൻ്റെ ഈ ആഗ്രഹം നടന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കടകളിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ശേഷം നമ്മൾ അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് മസാല ദോശയും കഴിച്ചു. ഇനി അടുത്ത ട്രെയിൻ 1:30 ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കാണ്. So, until next time, bye, good day.